നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പാഴ് ജന്മ നിങ്ങൾ. സാരോപദേശം തട്ടിവിട്ട് തമ്മിലടിപ്പിക്കുന്ന പരട്ട കിളവി. അച്ഛനെയും അമ്മയും കൂടപ്പുറപ്പുകളെയൊക്കെ വിട്ട് നിൽക്കാൻ മനോജിനാവില്ല. അധികം വേഗം മനോജ് ഹരിഞ്ഞ് തിരിച്ചു വരും. ഓഹോ, തിരിച്ചു വരുമോ? ആ, ഇവിടത്തെ പെണ്ണുങ്ങളുടെ കയ്യിലും കഴുത്തിലേ അത്യാവശ്യം വേണ്ട പൊന്നും പണ്ടൊക്കെ ഉണ്ട്. അതും കൂടി കൊള്ളയടിച്ചു കൊണ്ടുപോകാനായിരിക്കും അവൻ വരണത്. അതെ, എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്. അതുങ്ങളെ കെട്ടിച്ചു വിടാനുള്ളൊരു കൈത്താങ്ങായിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന പണമാ. അയ്യോ, ആ കാലമാടം കൊണ്ടുപോയി ബിസിനസ് നടത്തി തോലച്ചത്. അതിനിവിടെ ആർക്കും പരാതിയൊന്നുമില്ലല്ലോ. എനിക്കും നിനക്കും മാത്രമല്ലേ പരാതി ഉള്ളത്. കുടുംബത്തിലെ ഒരു കള്ളൻ മതി, ബാക്കിയുള്ളവർക്ക് കള്ളൻ പട്ടം കിട്ടിക്കോളും. കള്ളൻ മാധവൻ നായർ, അങ്ങനെ ഏതൊരു കഥാപാത്രം സിനിമയിലുണ്ട് അല്ലേ പ്രകാശ? ഇതൊക്കെ സ്വയം വരുത്തി വെച്ച വിനകളാണ് അച്ഛമ്മേ. എന്നെ പോലെ ബാധ്യതയുള്ള ഒരു മകനുള്ളപ്പോ ഉണ്ടാക്കിയ സ്വത്തും പണവും സമ്പാദ്യവും എല്ലാം ഇളയമോൻ മനോജിന്റെ കാൽക്കൽ പുഷ്പാർച്ചന നടത്തിയില്ലേ? അതിന്റെ ഫല അവനാണെങ്കിൽ കിട്ടിയതും തട്ടിയെടുക്കാൻ പറ്റിയതും ഒക്കെ ഊറ്റിയെടുത്ത് മുങ്ങി. അച്ഛനതൊന്നും പറ്റിയാ പോരാ, ഇനിയും ഒരുപാട് അനുഭവിച്ച് പഠിക്കണം. കണ്ട കാറും ബസ്സും നന്നാക്കിയാ പോരാ, മക്കളെ ചൊൽപ്പടിക്ക് വളർത്തണമായിരുന്നു. ഇല്ലെങ്കിൽ നാട്ടുകാരുടെ സമ്പാദ്യം കൂടി മോഷ്ടിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? തളർന്നു നിൽക്കുന്ന നമ്മുടെ അച്ഛന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ശവത്തി കുത്തുന്ന ഏർപ്പാടേ കയ്യിലുള്ളൂ. അച്ഛന് തെറ്റു പറ്റിയെങ്കിൽ തിരുത്താൻ ഒപ്പം നിൽക്കേണ്ട ആളാ. കുത്തുവാക്ക് പറഞ്ഞ് തകർക്കല്ല വേണ്ടത്. കാര്യങ്ങളുടെ പോക്കിങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ ഭർത്താവ് അത് തന്നെ, ഒപ്പം പിറന്നതും അത് തന്നെ. ഇത് ഇരട്ടകളല്ല, പരട്ടകളാ, പരട്ടകള്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. 2 വാഴ നട്ട് നനച്ചു വളർത്തേണ്ട കാലത്ത് മാധവൻ നട്ടത് 2 പാഴ്ചെടികളാ. കായ്ഫലവുമില്ല, മൂട്ടുതടിയാണെങ്കിൽ വെറും പൊള്ളയും. അയ്യോ, 2 ആൺമക്കളെ കുറിച്ച് അച്ഛമ്മയുടെ ഉപമ കേട്ടില്ലേ? അച്ഛമ്മേ, ഞാനാകെ നിയന്ത്രണം വിട്ട് നിൽക്കുവാ. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോകും കേട്ടോ. ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പാഴ് ജന്മ നിങ്ങൾ. സാരോപദേശം തട്ടിവിട്ട് തമ്മിലടിപ്പിക്കുന്ന പരട്ട കിളവി. ചില ശാപം പിടിച്ച രൂപങ്ങളില്ലേ, അതുപോലെ ഒരു അസുര രൂപമായി ഈ കിളവി. ഓ, ഇവരിയ്ക്കുന്ന സ്ഥലം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒന്ന് ചത്തു തൊലഞ്ഞ് തന്നൂടെ നിങ്ങൾക്ക്? വസന്തേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ആക്ഷേപിച്ചോ. നിങ്ങൾക്ക് ജന്മം തന്ന എന്റെ കൂലിയായി കൂട്ടിക്കൊള്ളാം ഞാനത്. പക്ഷേ എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, സഹിക്കില്ല ഞാൻ. അത് വേണ്ട മോനെ. എത്ര മൂത്ത് നരച്ചാലും ഈ മാധവന്റെ പുണ്യമായത്. എന്റെ ജീവനാ. എടാ, പെറ്റമ്മ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലേ കണ്ണിന് തെളിച്ചം വേണം, തെളിച്ചം. നാണയത്തുട്ടുകളുടെ തിളക്കത്തിൽ മഞ്ഞളിച്ച നിന്റെ കണ്ണുകൾക്ക് അമ്മ എന്ന പുണ്യത്തെ കാണാൻ പറ്റില്ലടാ. അച്ഛാ, എന്ത്
എന്താ ഇത്? എനിക്ക് വിശക്കുന്നു വന്ദനമ്മേ. അല്ല, മോൾ ഇതുവരെ കഴിച്ചില്ലേ? ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല അങ്കിൾ. എല്ലാരും വരക്കില്ല. മോള് വിഷമിക്കണ്ട, അങ്കിൾ ആഹാരം തരാം. ഇത് ശരിയാവില്ല. തൽക്കാലം ഇവിടെ പട്ടിണി സമരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രകാശേട്ടാ, തൽക്കാലം ആഹാരം കഴിക്കാനെങ്കിലും സഹകരിക്കണം. ഒരു കുഞ്ഞിവിടെ വിശന്നിരിക്കുന്നത് കണ്ടില്ലേ? എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. നിങ്ങൾ കഴിക്ക, എനിക്കിപ്പോ വേണ്ട. അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതല്ലേ? ഒരുപക്ഷെ അച്ഛനെ മക്കൾക്ക് വേണ്ടായിരിക്കാം. പക്ഷെ ചന്ദ്രയമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ഛനെ വേണം. അവര് ജീവിക്കുന്നത് പോലും അച്ഛന് വേണ്ടിയിട്ടല്ലേ? എന്തെങ്കിലും ഒന്ന് കഴിക്കണ, എനിക്ക് വിശക്കുന്നു. കഴിക്കുമ്പോളെ ജഗനൊന്നും തോന്നരുത്. അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ജഗൻ എന്തിന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്? ജഗന് വേറെ ജോലിയൊന്നുമില്ലേ? സത്യം, ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആ ഇതേ ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ സാധാരണക്കാരാ, അന്നന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യര്. അല്ലാതെ ജഗനെ പോലെ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവരൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ ഇടപെടലും ഇവിടെ വേണ്ട. വിളിക്കാത്തടത്ത് ഇങ്ങനെ വലിഞ്ഞു കയറി ശല്യം ചെയ്യുന്നതും എന്ത് അവകാശത്തിന്റെ പുറത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.